ഹലോ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒരു ഹാമ്പർ വർക്ക് ഉണ്ടായിരുന്നു, 2-3 ഫ്രെയിംസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതേപോലെ ആസ് യൂഷ്വൽ കേക്കിൻ്റെ വർക്ക്സും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മൾ ഹാമ്പറിനുള്ള ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഷോപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഡ്രസ്സിൻ്റെ ഒരു ഹാമ്പറും കുറച്ച് ചോക്ലേറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പറുമാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഒരു തലേന്ന് വൈകിട്ടാണ് വിളിച്ച് പറഞ്ഞത്, നാളെ 12 മണി 11 മണി ആകുമ്പോഴേക്കും നമുക്ക് റെഡിയായി കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് അവർ കൊണ്ടു തന്നു, അതൊരു ഹാമ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു ചെറിയൊരു ഹാമ്പറും റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഹാമ്പറിനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അതേപോലെ ചോക്ലേറ്റുകളും കുറച്ച് അത്യാവശ്യം അവർ പറഞ്ഞ ബഡ്ജറ്റിനനുസരിച്ചുള്ള ചോക്ലേറ്റും വാങ്ങി. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് നെറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു ഹാമ്പറിൽ സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് അനുസരിച്ചുള്ള സ്നിക്കേഴ്സാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഫുള്ള് സ്നിക്കേഴ്സും നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ ഹാമ്പറിൽ സെറ്റ് ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഹാമ്പറിൻ്റെ സൈഡിലേക്ക് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഫുള്ളായിട്ട് നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചാലും അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ചെറിയ റിബണൊക്കെ കെട്ടി വെച്ചത്. ആ റിബണിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ ഞാൻ അഴിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് സ്നിക്കേഴ്സും പിന്നെ ഒരു 3-4 ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്യാൻ പറ്റി. എനിക്ക് ആ ഫ്ലവറിൻ്റെ കളർ കുറച്ച് ഡാർക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റി ഒരു ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ നെറ്റൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ നെറ്റ് എൻ്റെ അടുത്ത് ഞാൻ ഈ 2 ഷെയ്ഡിലുള്ള കളർ നെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പ്രത്യേകിച്ച് നെറ്റിൻ്റെ കളറൊന്നും അങ്ങനെ കസ്റ്റമൈസേഷൻ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ നല്ലൊരു ഷെയ്ഡ് നോക്കി വാങ്ങിച്ച ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെ നോക്കി സെലക്ട് ചെയ്യാനിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ലൈറ്റായിട്ടുള്ള കളറിലുള്ള ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഈ നെറ്റ് റെഡിയാക്കുന്നത് റബ്ബർ ബാൻഡിലാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഗ്ലൂ ഗമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റബ്ബർ ബാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റബ്ബർ ബാൻഡ് കെട്ടിക്കൊടുത്തിട്ട് നെറ്റെല്ലാം ആ ഒരു സൈസിൽ നിൽക്കണ രീതിക്ക് നിർത്തിയിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലവറെല്ലാം റബ്ബർ ബാൻഡിൻ്റെ ഇടയിലേക്ക് തന്നെ വെച്ച് കൊടുത്ത് റെഡിയാക്കി അത്യാവശ്യം ഇരിക്കണ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഹാമ്പർ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഹാമ്പർ റെഡിയാക്കാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോക്ലേറ്റ്സ് മാത്രമേ അറേഞ്ച് ചെയ്യാനുള്ളൂ. പിന്നെ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഒരു തെർമോക്കോൾ വെച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫില്ല് ചെയ്തിരുന്നാലല്ല ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെർമോക്കോൾ വെച്ച് ഹാഫ് പോർഷൻ ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റ്സ് സ്നിക്കേഴ്സ് മാത്രമേ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർ. അപ്പോൾ അതനുസരിച്ച് പറഞ്ഞ ബഡ്ജറ്റിനുള്ള ചോക്ലേറ്റൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹാമ്പറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഹാമ്പറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കേക്കിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. ഇതൊരു 1 kg വെയിറ്റിൽ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു. ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അത് ഫോട്ടോ പ്രിൻ്റ് വെച്ചാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എഡിബിൾ പ്രിൻ്റ് വെച്ച് ഷുഗർ ഷീറ്റ് വെച്ച് ചെയ്യാനുണ്ടായിരുന്ന കേക്കായിരുന്നു. അങ്ങനെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു 3 ഫ്രെയിമാണ് കേട്ടോ. അത് A5 സൈസിൽ വരുന്ന 2 ഫ്രെയിം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു A4 സൈസിൽ വരുന്ന ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രെയിമിൻ്റെ പ്രിൻ്റൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെയും 2 കേക്കിൻ്റെ വർക്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി അത് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബാക്കി കേക്ക്സിൻ്റെ വർക്ക്സിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഫ്രെയിമിൻ്റെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്രെയിം റാപ്പ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് ആ ടൈം ആകുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കേക്കിൻ്റെ വർക്കിലോട്ട് കടക്കുകയാണ് കേട്ടോ. അത് നമുക്കൊരു 1.5 kg വെയിറ്റിൽ വരുന്ന ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു. അതൊരു 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതവർ മോഡൽ ഏകദേശം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അത് നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈയുടെ പ്രിൻ്റൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റൊക്കെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കളർ ഷെയ്ഡിൽ ഒരു പർപ്പിൾ ഷെയ്ഡിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുള്ള് പ്രിൻറ്റും. അതേപോലെ കേക്കിൻ്റെ മൊത്തത്തിലുള്ള ഷെയ്ഡ് ഒരു പർപ്പിൾ ഷെയ്ഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ കേക്ക് ഒരു ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 2 ടയറും നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വേറൊരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊരു 1 kg വെയിറ്റിൽ വരുന്ന വാനില കേക്കായിരുന്നു. അത് നമുക്ക് ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കസ്റ്റമർ തന്നെയാണ് കേട്ടോ കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ നമുക്ക് മറ്റേ ബർത്ത്ഡേ കേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ കേക്കിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ഈ ഒരു മോഡലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെ റെഡിയാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു സെയിം ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഏകദേശം ആ മോഡൽ തന്നെ സെയിം കളറിലുള്ള ബട്ടർഫ്ലൈ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആ കേക്കിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഫ്രെയിമെല്ലാം ഒന്ന് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ റാപ്പ് ചെയ്യാനുള്ള പേപ്പർ ഞാൻ വാങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ വെച്ച് മറന്നുപോയി. പിന്നെ നമ്മൾ വേറെ പെട്ടെന്നൊരു പേപ്പർ തട്ടിക്കൂട്ടി റെഡിയാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെയും ഫ്രെയിമിൻ്റെയും ഹാമ്പർ വർക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്.
കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള കേക്കിൻ്റെയും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.